നീറ്റ് വഴി MBBS കിട്ടില്ല എങ്കിൽ വിദേശത്ത് പോയി പഠിക്കുന്നതല്ലേ ലാഭം. നിങ്ങൾക്ക് ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഏറ്റവും വലിയൊരു മണ്ടൻ തീരുമാനം എന്നുള്ളത് നിങ്ങൾ വിദേശത്ത് പോവുക എന്നുള്ളതാണ്. ഏത് രാജ്യത്തായിക്കോട്ടെ, നിങ്ങൾക്ക് പൈസയും ലാഭമില്ല, നിങ്ങൾക്ക് സമയവും ലാഭമില്ല. എങ്ങനെയാണെന്നുള്ള ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വിദേശത്ത് പോയിട്ട് MBBS കഴിഞ്ഞ് ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ NMC റൂൾസ് നിങ്ങൾ മനസ്സിലാക്കണം. NMC റൂൾസിൽ നിങ്ങൾ ഏത് രാജ്യത്താണോ പോണത് അവിടുത്തെ ലൈസൻസ് നിങ്ങൾ കിട്ടണം. വേറെ ഒരുപാട് NMC റൂൾസ് ഉണ്ട്. പല യൂണിവേഴ്സിറ്റീസും പല NMC റൂൾസും പാലിക്കുന്നില്ല. ഈ NMC റൂൾസ് എല്ലാം പാലിച്ചാലും നിങ്ങൾ പോകുന്ന രാജ്യത്ത് നിങ്ങൾക്ക് ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ മേ ബി 6 to 1 year നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞ് ഇന്ത്യയിൽ വന്ന് FMG എക്സാമിന് നിങ്ങൾ മേ ബി 6 months നിങ്ങൾ വീണ്ടും നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. FMG എക്സാമിന്റെ പാസ് റേറ്റ് വെറും 20%. നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടിയെന്ന് വിചാരിക്കാം. FMG കഴിഞ്ഞ് ഇന്റേൺഷിപ്പിന് വലിയൊരു വെയിറ്റിംഗ് പീരീഡ്, 6 months to 1 year വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഇപ്പൊ തന്നെ ഏകദേശം എത്രയായി? ഏകദേശം ഒരു 8 years ആയി. പിന്നെ ഒരു വർഷം ഇന്ത്യയിൽ ഇന്റേൺഷിപ്പ് ചെയ്യണം. അതായത് ഏറ്റവും മിനിമം ഒരു 8 to 9 years എങ്കിലും കഴിയാതെ നിങ്ങൾക്ക് ഒരിക്കലും ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കില്ല. ആ രീതിയിലാണ് NMC റൂൾസ് ഉള്ളത്. അപ്പൊ നിങ്ങൾ 5.5 വർഷത്തോട്ടല്ല നിങ്ങളുടെ സ്പെൻഡ്, 9 വർഷത്തോട്ടാണ് നിങ്ങളുടെ സ്പെൻഡ്. മാത്രമല്ല ഇന്ത്യയിൽ 5.5 വർഷം കൊണ്ട് ഒരാൾക്ക് ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള 3.5 വർഷം കൂടി നിങ്ങൾക്ക് ജീവിതത്തിൽ നഷ്ടമാണ്. ശരിക്കും ആ 3.5 വർഷം നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം നഷ്ടമാണ്. അപ്പോൾ ഒരു നിലക്കും നിങ്ങൾക്ക് പണവും ലാഭമില്ല, നിങ്ങൾക്ക് സമയവും ലാഭമില്ല. വലിയൊരു മണ്ടൻ തീരുമാനമാണ് ഇന്ത്യയിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിദേശത്ത് പോയി MBBS എടുക്കുക എന്നുള്ളത്.